അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൺസെപ്റ്റിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എനർജി ബാൻഡും അല്ലേ. ആ എനർജി ബാൻഡിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ബാലൻസ് ബാൻഡ് ഉണ്ടായിരുന്നു, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഇടയിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്ററിന് എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്തായിരുന്നു അല്ലേ. ഇനി അതിൻ്റെ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, എന്തുവായിരുന്നു പറഞ്ഞത്? നമ്മുടെ അല്ലേ, ഇത് നമ്മുടെ ബാലൻസ് ബാൻഡ്, അതിൻ്റെ തൊട്ട് അല്ലേ ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട്? കണ്ടക്ഷൻ ബാൻഡ് അല്ലേ. അതെന്തുമായിരുന്നു? അത് നമ്മുടെ കണ്ടക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞു അല്ലേ. അത് നമ്മുടെ എന്തായിരുന്നു? കണ്ടക്ടർ. കണ്ടോ, അത് നമ്മുടെ കണ്ടക്ടർ. കാരണം എന്തായിരിക്കും അത് കണ്ടക്ടർ ആവാൻ കാരണം നോക്കിക്കേ, നമ്മുടെ ബാലൻസ് ബാൻഡിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ബാലൻസ് ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടോ, ഈ ബാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റും. കണ്ടോ, ഇതിനെന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജമ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരുപാട് എനർജിയും വേണ്ട അല്ലേ. അത് സ്വന്തമായിട്ട് നമുക്ക് എന്താ, ഇലക്ട്രോൺ എന്തെങ്കിലും ഒരു ചെറിയ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു എനർജി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിൽ കയറാൻ പറ്റും. കണ്ടോ, കണ്ടക്ഷൻ ബാൻഡിൽ കയറാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിൽ കയറിയിട്ട് എന്ത് ചെയ്യും? അത് കണ്ടക്ടിവിറ്റി പങ്കെടുക്കും. കണ്ടോ, എന്തോ പങ്കെടുക്കും? കണ്ടക്ടിവിറ്റിയിൽ പങ്കെടുക്കും. അപ്പം കണ്ടക്ടിവിറ്റി പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് പെട്ടെന്ന് ചാടാൻ പറ്റും. കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ നോക്കിക്കേ, കണ്ടക്ഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത്? കണ്ടക്ഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ the electrons in the valence band, the electrons in the valence band എന്ത് ചെയ്യും? The valence band jumps to the conduction band, jumps to the conduction band. കണ്ടോ, to the conduction band and take parts in the conductivity and takes parts in conductivity. കണ്ടോ, കണ്ടക്ടിവിറ്റി കണ്ടില്ലേ. അപ്പം കണ്ടക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ബാലൻസ് ഇലക്ട്രോൺ ചാടിയിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം. കണ്ടോ, അപ്പം നോക്കിക്കേ, നമ്മുടെ ബാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ എന്തായിരിക്കും? ഭയങ്കര സിമ്പിളാ അല്ലേ. കണ്ടക്ടറിനകത്ത് എന്തുവാ? രണ്ടും ഓവർലാപ്പ് ചെയ്തിരിക്കും അല്ലേ. ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും അടുത്തടുത്തിരിക്കുവാണ്. അതുകൊണ്ട് ബാലൻസ് ഇലക്ട്രോണിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റും. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് കണ്ടക്ടർ. അപ്പം വളരെ പെട്ടെന്ന് ബാലൻസ് ബാൻഡ് ഇലക്ട്രോണ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ അവിടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാം? പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെ കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ സെമി കണ്ടക്ടറിൽ എന്താ നോക്കാം. സെമി കണ്ടക്ടർ കണ്ടോ, സെമി കണ്ടക്ടർ. അപ്പൊ നോക്കി, സെമി കണ്ടക്ടറിൽ എന്തായിരുന്നു? സെമി കണ്ടക്ടറിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്തായിരുന്നു? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എങ്ങനായിരിക്കും? കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. കണ്ടില്ലേ? അപ്പൊ നോക്കിക്കേ, ഇലക്ട്രോൺസിന്റെ ഇത് എഴുതിയല്ലോ അല്ലെ. ദ ഇലക്ട്രോൺസിന്റെ ബാലൻസ് ബാൻഡ് ജംപ്സ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ടേക്സ് പാർട്സ് ഇൻ കണ്ടക്ടിവിറ്റി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് വേണമെങ്കിൽ ഇവിടെ എഴുതാം നമുക്ക് എന്താ? ഇറ്റ് ഈസ് വെരി ഈസി ഇൻ when the bands are overlapped അല്ലേ. bands are overlapped അല്ലേ. bands are overlapped. that's why നമുക്ക് എന്ത് പറയാം? this type of അല്ലേ, ഈ പിക്ചറിന്റെ താഴെ എഴുതണം. this type of bands are called അല്ലേ conductors. this type of bands are called conductors അല്ലേ. ഈ ടൈപ്പ് ബാൻഡ് ഒക്കുപ്പൈ ചെയ്യുന്ന ക്രിസ്റ്റലിനെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ദിസ് ടൈപ്പ് ഓഫ് ബാൻഡ് വിച്ച് ഒക്കുപ്പൈസ് എന്നും കൂടെ എഴുതണം. വിച്ച് ഒക്കുപ്പൈസ് കണ്ടോ, വിച്ച് ഒക്കുപ്പൈസ് ദിസ് ടൈപ്പ് ഓഫ് അല്ലേ, which occupies this type of band are called എന്തെന്ന് പറയാം? കണ്ടക്ടർ. ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും നമുക്ക് പറയാൻ അറിയണം. എങ്ങനെ? നമുക്ക് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം? പറയാൻ അറിയണം. എന്താ? നമുക്കറിയാം the valence band and conduction band are overlapped each other. So the electrons, so the valence electron in the valence band is very
they can easily jump to the conduction band and take parts in the conductivity. So that's why we are called conductor, because the valence electron can easily move from the valence band to the conduction band. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഇനി കണ്ടോ, അപ്പോൾ നമുക്ക് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പറയാം. ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറയണം, എവിടെയാണ് നമ്മുടെ സെമി കണ്ടക്ടറിനകത്ത് എങ്ങനെ ആയിരിക്കും? തോണ്ടേ, സെമി കണ്ടക്ടറിനകത്ത് എന്തായിരിക്കും? ദ ഗ്യാപ്പ് ഈസ് മോഡറേറ്റ് അല്ലേ? The gap എന്താണ്? മോഡറേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു the gap between the valence band and the conduction band is forbidden energy gap അല്ലേ? It is called forbidden energy gap അല്ലേ? Here the gap is moderate അല്ലേ? ഗ്യാപ്പ് എന്താണ്? മോഡറേറ്റ് ആണ് അല്ലേ? ഗ്യാപ്പ് ഈസ് മോഡറേറ്റ് ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ് കേട്ടോ. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് FG എന്നൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്തുവാ? ഇറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 0 ഇലക്ട്രോൺ വോൾട്ട്. കണ്ടോ, ഇല്ല, മനസ്സിലായല്ലേ? എക്സാമ്പിൾ, കണ്ടക്ടറിന് എക്സാമ്പിളായിട്ട് എന്തോ എഴുതാം, നമുക്ക് സോഡിയം ഒക്കെ എഴുതാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സോഡിയം എന്ത് ചെയ്യും, ഇത് രണ്ടും ഓവർലാപ്പാണ്, അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് എന്താണ്? സെമി കണ്ടക്ടർ ഗ്യാപ്പ് എന്താണ്? വളരെ മോഡറേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരെയല്ല, എന്നാൽ ഒത്തിരി അടുത്തിരിക്കുകയല്ല. കേട്ടോ, സെമി കണ്ടക്ടറിനകത്ത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം, എന്താണ് എഴുതാം? സിലിക്കൺ എഴുതാം. കണ്ടോ, സെമി കണ്ടക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് സിലിക്കൺ. അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വെച്ചാൽ, സിലിക്കൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിട്ട് വരും? ഒരു 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടൊക്കെ വരും. കണ്ടോ, ഈ എനർജി ഗ്യാപ്പ് എന്താ? 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് വരും. കണ്ടല്ലേ, സെമി കണ്ടക്ടർ. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ സെമി കണ്ടക്ടർ എന്ന് പറയാൻ കാരണം എന്താ? സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം അത്ര പെട്ടെന്ന് കടത്തി വിടത്തുമില്ല, പക്ഷേ കടത്തി വിടാതിരിക്കത്തുമില്ല. ഇനി നോക്കിക്കേ, ഇവിടെ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ? സെമി കണ്ടക്ടറിനകത്ത് നോക്കിക്കേ, ഗ്യാപ്പ് ഇച്ചിരി ഉണ്ട് അല്ലേ? ഗ്യാപ്പ് കുറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാലൻസ് ഇലക്ട്രോണ് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റും. കേട്ടോ, കുറച്ച് എനർജി കിട്ടിയാൽ മതി. അതെന്താ? വളരെ കുറച്ച് എനർജി, നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കിട്ടിയാൽ മതി. സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ കിട്ടിയാൽ തന്നെ ദ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് ക്യാൻ ഓവർകം ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആൻഡ് മൂവ്സ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. നമുക്ക് എഴുതാമല്ലോ, എന്തോ എഴുതാം? ദ വാലൻസ് ഇലക്ട്രോൺ അല്ലേ? ദ വാലൻസ് ഇലക്ട്രോൺ അല്ലേ? ദ വാലൻസ് ഇലക്ട്രോൺ can move from valence band with the help of with the help of surrounding temperature. Kando, with the help of surrounding temperature, with the help of surrounding temperature itself. Kando, with the help of surrounding temperature. Kando, with the help of surrounding temperature, the valence electron can move from valence band with the help of surrounding temperature to conduction band അല്ലേ? ഇൻ ദ സെമി കണ്ടക്ടർ. കണ്ടോ, ഇൻ ദ സെമി കണ്ടക്ടർ. കണ്ടോ, ഇൻ ദ സെമി കണ്ടക്ടർ. കണ്ടോ, ദ വാലൻസ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രം വാലൻസ് ബാൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ടു കണ്ടക്ഷൻ ബാൻഡ് ഇൻ ദ സെമി കണ്ടക്ടർ. കണ്ടോ, അപ്പോൾ സെമി കണ്ടക്ടറിൽ എങ്ങനെ? സെമി കണ്ടക്ടറിൽ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? ദ വാലൻസ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ബാൻഡ് ക്യാൻ ഈസിലി മൂവ് to the conduction band with the help of surrounding temperature. കണ്ടോ, സറൗണ്ടിങ് ടെമ്പറേച്ചർ മാത്രം വെച്ചിട്ട്, കേട്ടോ, നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ മാത്രം വെച്ചിട്ട് ഇറ്റ് ക്യാൻ ഈസിലി മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ബിക്കോസ് ദർ ഇസ് നോ ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. കേട്ടോ, ഇവിടെ എന്തില്ല, ഒരു വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. കണ്ടോ, ഒരു സറൗണ്ടിങ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ തന്നെ ദ ഇലക്ട്രോൺ ക്യാൻ ഈസിലി മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ടിവിറ്റി. കേട്ടോ, പക്ഷേ ഇതിന്റെ കൂട്ട് പെട്ടെന്ന് കണ്ടക്ടിവിറ്റി നടക്കുമോ? ഇല്ല. കണ്ടോ, ഇതിന്റെ കൂട്ട് പെട്ടെന്ന് കണ്ടക്ടിവിറ്റി നടക്കത്തില്ല. കാരണം എന്താ? ദർ ഈസ് സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് and the conductivity does not take as easily as the conductor. കണ്ടോ, വളരെ കണ്ടക്ടിവിറ്റി ഈസി ആയിട്ട് നടക്കുന്ന അത്രയും കണ്ടക്ടറിനകത്ത് വളരെ ഈസി ആയിട്ട് കണ്ടക്ടിവിറ്റി നടക്കുമായിരുന്നു. പക്ഷെ അത്ര ഈസി ആയിട്ട് എവിടെ നടക്കത്തില്ല? സെമി കണ്ടക്ടർ നടക്കത്തില്ല. ഇനി നമുക്ക് ഇൻസുലേറ്ററിൻ്റെ കാര്യം നോക്കാം. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻസുലേറ്ററിൻ്റെ കാര്യം നോക്കാം. ഇൻസുലേറ്ററിൽ എങ്ങനെ ആയിരിക്കും നോക്കിക്കേ. ഇൻസുലേറ്ററിൽ നമുക്കറിയാം അല്ലേ, ദ ഗ്യാപ്പ് എന്തായിരിക്കും? ഗ്യാപ്പ് ഈസ് വെരി ലാർജ്. കണ്ടോ, ഗ്യാപ്പ് എങ്ങനെ ആയിരിക്കും? വെരി ലാർജ്. ഏത് ഗ്യാപ്പ്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. കണ്ടോ, ഇത് നമ്മുടെ വാലൻസ് ബാൻഡ് ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് എങ്ങനെ ആയിരിക്കും? വളരെ ദൂരെയായിരിക്കും. കണ്ടോ, കണ്ടക്ഷൻ ബാൻഡ് വളരെ ദൂരെയായിരിക്കും. കണ്ടോ, ദ ഗ്യാപ്പ് ഈസ് വെരി ലാർജ് നമുക്ക് പറയാം. ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് വെരി ലാർജ്. സോ
the valence electron liquid more high energy or more energy to travel this much gap. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ട്രാവൽ ചെയ്യാൻ വേണ്ടി വാലൻസ് ബാൻഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഒത്തിരി എനർജി വേണം. കണ്ടോ, ഒരുപാട് എനർജി കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത്രയും ഗ്യാപ്പ് ട്രാവൽ ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കണ്ടോ, അത്ര എനർജി പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കണ്ടക്ഷൻ നടക്കാത്തത്. ദാറ്റ്സ് വൈ വി കോൾ ദാറ്റ് ഈസ് ഇൻസുലേറ്റർ. കണ്ടോ, അതെന്താണ്? ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. കാരണം the valence band electrons needs more energy because the 4-pin energy gap between the valence band and the conduction band is very large. So we can't able to move the electrons from valence band to conduction band. Therefore conductivity does not take place. Therefore we call that as insulator. നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റും. കേട്ടോ, നമുക്ക് എന്ത് ചെയ്യണ്ട, കാണാൻ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് എന്താ പറഞ്ഞാൽ മതി? the valence electron the valence band can't easily move from valence band to conduction band because there is very large gap between valence band and conduction band. So the electrons does not move from valence band to conduction band. So therefore the conductivity does not happen. That's why we called it as insulator. കണ്ടോ, ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഇനി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എഴുതാം. എന്താ നമുക്ക് പറയാൻ പറ്റും? അല്ല, ഇൻസുലേറ്ററിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഏതാ? ഡയമണ്ട്. കണ്ടോ, നമ്മുടെ ഒരു എക്സാമ്പിൾ എന്താ? ഡയമണ്ട്. കണ്ടോ, അതിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് എത്രയാണെന്ന് അറിയാം? അതിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് 4-pin എനർജി ഗ്യാപ്പിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് 6 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ. കണ്ടോ, ഇത്രയും വലിയ ഗ്യാപ്പാണ്. കണ്ടോ, സോ വി നീഡ് ഹൈ ടെമ്പറേച്ചർ, വെരി ഹൈ ടെമ്പറേച്ചർ ടു മൂവ് വാലൻസ് ഇലക്ട്രോൺ. കണ്ടോ, വി നീഡ് എന്താ? വെരി ഹൈ ടെമ്പറേച്ചർ, വെരി ഹൈ എനർജി ടു മൂവ് വാലൻസ് ഇലക്ട്രോൺ from എവിടെ നിന്ന് എവിടം വരെ? വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടോ, we need very large energy to move the valence electron from valence band to conduction band. That's why we called it as insulator. നമ്മൾ ഇത്രയും പറഞ്ഞത്. കേട്ടോ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്? കണ്ടക്ടർ അല്ലേ? കണ്ടക്ടർ എന്തായിരുന്നു? നമുക്ക് എല്ലാം ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് കണ്ടക്ടർ എന്തായിരുന്നു? Valence band and conduction band are overlap each other. Therefore the electrons in the valence band can easily move from valence band to conduction band. Therefore conductivity is very easily takes place. That's why it is called conductor. For example, sodium, the electron volt is nearly 0 electron volt. That means it is nil. Then after that, here it is semiconductor. Semiconductor എന്ന് വെച്ചാൽ എന്തായിരിക്കും? Semiconductor, the valence band and conduction band is the gap between both of them is moderate, or 4-pin energy gap is moderate. That means within the surrounding temperature itself we can move the valence electron from valence band to conduction band, and thus the conductivity takes place. That's why it is called as semiconductor. But in the case of insulator, the gap between, or the 4-bit energy gap between the valence band and the conduction band is very large. So with the help of very amount of energy, we can't able to move the valence electron from valence band to conduction band. Therefore in most of the cases conductivity does not happen. Therefore we called it as insulator. കണ്ടോ, നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ ഇൻസുലേറ്റർ എന്ന് വിളിക്കും. കണ്ടോ, അപ്പം ക്ലാരിറ്റി ആയല്ലോ അല്ലെ? 100% ക്ലാരിറ്റി ആയല്ലോ. എങ്ങനെ എനർജി ബാൻഡ് വന്നു അല്ലെ? എനർജി ബാൻഡ് എവിടെ നിന്നായിരുന്നു വന്നത് അല്ലെ? എനർജി ലെവൽ, ഐസൊലേറ്റഡ് ആറ്റം, അവിടുന്ന് എനർജി ലെവൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എനർജി ബാൻഡ് പഠിച്ചു. ആ എനർജി ബാൻഡിൽ നിന്ന് 2 എനർജി ബാൻഡ് പഠിച്ചു, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ആ രണ്ടിനും വെച്ചിട്ട് 4-bit എനർജി ഗ്യാപ്പ് പഠിച്ചു. ആ 4-bit എനർജി വെച്ചിട്ട് നമ്മൾ കണ്ടക്ടറിനെയും സെമി കണ്ടക്ടറിനെ ഇൻസുലേറ്ററിനെ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. കേട്ടോ, ഇങ്ങനെയാണ് സെമി കണ്ടക്ടറിന്റെ തുടക്കം തന്നെ. ഇനി നമുക്ക് എന്ത് പഠിക്കണം? ഈ സെമി കണ്ടക്ടറിനെ എന്ത് ചെയ്യണം? വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കണം. നമുക്ക് മനസ്സിലായി സെമി കണ്ടക്ടർ മീൻസ് ഇൻ ദാറ്റ് ബാൻഡ് അല്ലേ? ഇൻ ദാറ്റ് റീജിയൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഹാസ് 4-bit, the moderate 4-bit energy gap. കണ്ടോ, ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? അതിൻ്റെ കണ്ടക്ടിവിറ്റി, സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. കണ്ടോ, കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിൻ്റെയും നടുക്കാണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 4-bit എനർജി ഗ്യാപ്പ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇനി അതിനെ എങ്ങനെ നമുക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കാമെന്ന് നോക്കാം. ഓക്കെ,
നോക്കിക്കേ, ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് അല്ലേ, ഇത് നമ്മുടെ എന്താ വാലൻസ് ബാൻഡ്. ഓക്കെ അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലേ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. കണ്ടോ? അപ്പോൾ എൻ്റെ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്താ ഒരുപാട് വട്ടം ഞാൻ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഒരുപാട് വട്ടം വരയ്ക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? അങ്ങനെ കണ്ട് കണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് മനസ്സിലാവും വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്നൊക്കെ. കേട്ടോ? അതിൻ്റെ നടുവ് എന്തുകൊണ്ട്, നടുവിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്. ഇനി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് അല്ലേ. ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അല്ലേ, ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് അല്ല, വാലൻസ് ബാൻഡ് ആണ് കണ്ടക്ഷൻ ബാൻഡ്. ഇനി നമുക്ക് അതിനെ മാത്തമാറ്റിക്കൽ രൂപത്തിൽ എഴുതണ്ടേ, മാത്തമാറ്റിക്കൽ രൂപത്തിലൊന്ന് എഴുതണം. കണ്ടോ? അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, എഫ് ജി എന്നാണ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് നോക്കിയായിരുന്നു എഫ് ജി. ഇനി നോക്കിയേ, ഇവിടെ വാലൻസ് ബാൻഡ് ഉണ്ട് അല്ലേ, ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ വാലൻസ് ബാൻഡ്. ഈ വാലൻസ് ബാൻഡിൻ്റെ ഇത് കണ്ടോ, ടോപ്പ് കണ്ടോ, ടോപ്പ് കണ്ടോ, വാലൻസ് ബാൻഡിൻ്റെ ടോപ്പ് എന്ന് വെച്ചാൽ എന്താ, വാലൻസ് ബാൻഡിൻ്റെ എനർജി മാക്സിമം ആവുന്ന സ്ഥലമാണ്. കണ്ടോ? വാലൻസ് ബാൻഡിൻ്റെ എനർജി മാക്സിമം ആവുന്ന സ്ഥലമാണ് അല്ലേ. നമുക്ക് ഇവിടുത്തെ എനർജി എന്ത് വിളിക്കാം, വി ബി മാക്സ് എന്ന് വിളിക്കാം. ശരിയല്ലേ? വാലൻസ് ബാൻഡിൻ്റെ എനർജി മാക്സിമം ആവുന്ന സ്ഥലമാണ്. ശരിയല്ലേ? വാലൻസ് ബാൻഡ് തുടങ്ങുന്നത് ഇവിടുന്ന് അല്ല, ഇവിടം വരെയാണ്. ഇവിടെ എന്താ വാലൻസ് ബാൻഡിൻ്റെ എനർജി എന്താ, മിനിമം ആണ്. മുകളിൽ എന്താ വാലൻസ് ബാൻഡ് എനർജി എന്താ, മാക്സിമം ആണ്. കേട്ടോ? അതുപോലെ തന്നെ നോക്കി, ഇത് നോക്കിക്കേ, കണ്ടക്ഷൻ ബാൻഡിൻ്റെ എനർജി നോക്കിക്കേ. കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്തായിരിക്കും, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്താ, മിനിമം ആണ്. കണ്ടോ? ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി മിനിമം ആണ്. കണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയാം, ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ ഡിഫൈൻ എങ്ങനെ ചെയ്യാമെന്നറിയാമോ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the energy of maximum valence band and the minimum conduction band. കണ്ടോ? നമുക്ക് എന്ത് പറയാം, നോക്കിക്കേ, സി ബി മിനിമം കണ്ടോ, കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം മൈനസ് വാലൻസ് ബാൻഡിൻ്റെ മാക്സിമം. കണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യാം, ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യാം. കണ്ടോ? നമുക്ക് സാധാരണ പറയാം ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, എന്താന്ന് പറയാം, ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഒന്നും കൂടെ നമുക്ക് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്, ഇതിനെ എന്ത് പറയാം, മിനിമം കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ മൈനസ് മാക്സിമം വാലൻസ് ബാൻഡ് എനർജി ലെവൽ. കണ്ടോ? അതാണ് എന്തെന്ന് പറയുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടെല്ലാം മനസ്സിലാക്കി അല്ലേ. സെമി കണ്ടക്ടറിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കി, സെമി കണ്ടക്ടർ വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. വരുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ എനർജി അല്ലേ, നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ. ഐസൊലേറ്റഡ് ആട്ടം ഉണ്ടായിരുന്നു, അതിനെല്ലാം എനർജി ലെവൽ ഉണ്ടായിരുന്നു. അത് ക്രിസ്റ്റലായപ്പോൾ എനർജി ബാൻഡായി. ആ എനർജി ബാൻഡ് നമ്മൾ രണ്ടായിട്ട് പഠിച്ചു അല്ലേ, വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടായിട്ട് എഴുതാം, വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡിൻ്റെ നമ്മൾ പഠിച്ചു. എന്നാലും എന്ത് ചെയ്യും, ചില സമയത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം, അറിയാവുന്ന കാര്യം തന്നെ ഒന്ന് എഴുതി നോക്കാം ജസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെമി കണ്ടക്ടർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, സെമി കണ്ടക്ടർ അല്ലെ, സെമി കണ്ടക്ടർ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. കേട്ടോ? കൺസെപ്റ്റ് ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മറന്നു പോകത്തില്ല. അപ്പോൾ നോക്കിയാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വെറുതെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ചിലപ്പോഴൊക്കെ ചോദിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്താ, നമുക്ക് തന്നെ പറയാമല്ലോ. എന്താണ് വാലൻസ് ബാൻഡ് എന്ന് വെച്ചാൽ, ദ ബാൻഡ് വിച്ച് ക്യാരീസ് വാലൻസ് ഇലക്ട്രോൺ അല്ലേ, ദ ബാൻഡ് വിച്ച് ക്യാരീസ്, ദ ബാൻഡ് വിച്ച് ക്യാരീസ് വാലൻസ് ഇലക്ട്രോൺ. കണ്ടോ? വിച്ച് ക്യാരീസ് വാലൻസ് ഇലക്ട്രോൺസ്. ഇതെന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് വെച്ചാൽ എന്താ, ഏത് ഇലക്ട്രോണെ ക്യാരി ചെയ്യുന്ന, ഫ്രീ ഇലക്ട്രോണെ അല്ലേ. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺ എന്താ, വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, മൂവ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്ന ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ദ ബാൻഡ് വിച്ച് ക്യാരീസ് ഫ്രീ ഇലക്ട്രോൺ. കേട്ടോ? ദ ബാൻഡ് വിച്ച് ക്യാരീസ് ഫ്രീ ഇലക്ട്രോൺസ്, വിച്ച് ക്യാരീസ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ്. അടുത്ത് നമുക്ക് എന്ത് പറയാം, ഇവിടെ വേറൊരു രീതി പറയാമല്ലോ നമുക്ക് അല്ലേ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വാലൻസ് ഇലക്ട്രോൺ. അത് നമുക്ക് അല്ലേ, നമുക്ക് ഈ വേർഡിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വേറൊരു രീതി പറയാം, എന്താ, ഇറ്റ് നമ്മൾ അത് മുമ്പേ പറഞ്ഞായിരുന്നു അല്ലേ, വാലൻസ് ബാൻഡ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. എന്താ, ദ റേഞ്ച് ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺ അല്ലേ, അങ്ങനെയും പറയാം വാലൻസ് ബാൻഡിന്. എന്താ പറയാം, ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ്
എനർജി ലെവൽസ് അല്ലേ, നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, അങ്ങനെയും പറയാം അല്ലേ, വാലൻസ് ഇലക്ട്രോണിന്റെ അല്ലേ എനർജി ലെവലിന്റെ റേഞ്ചിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ, ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് എനർജി ലെവൽ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. കണ്ടോ, ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇല്ല, നമ്മൾ അതും പറഞ്ഞു. ഓക്കെ അല്ലേ, അടുത്ത് നോക്കിക്കേ, അടുത്ത് നമുക്ക് എന്ത് പറയാം, ഇവിടെ അങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് എനർജി ലെവൽ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നും പറയാം. കണ്ടോ, ശരിയല്ലേ, ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് എനർജി ലെവൽസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. കണ്ടോ, ഇറ്റ് ഈസ് ദ range of energy levels of free electrons. Kanda, free electrons is also called conduction band. കണ്ടില്ലേ, ഇനി അടുത്ത് പറയാം, the electrons does not take part in the conductivity. കണ്ടോ, ഇലക്ട്രോൺസ് എന്ത് ചെയ്തില്ല, വാലൻസ് ബാൻഡിൽ ഇലക്ട്രോണ് കണ്ടക്ടിവിറ്റിക്ക് പോകത്തില്ല. കണ്ടോ, കണ്ടക്ടിവിറ്റി ചെയ്യാൻ പോകത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, the electrons does not take part in takes part in conductivity. കണ്ടില്ലേ, പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, ദ ഇലക്ട്രോൺസ് അല്ലെ, കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് takes part in the conductivity. The electrons takes part in